ഹലോ, എല്ലാവർക്കും എഡ്ഡി സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾ പിക്ചറുകൾ കാണുന്ന കണക്ക് തന്നെ എഡ്ഡിയെ ടാറ്റ കൊണ്ടുപോകുന്ന സാധനങ്ങളെല്ലാം നമ്മൾ അടുക്കി പറക്കി വെച്ചേക്കുന്നത് ബാഗിലാക്കുന്നൊരു ജോലിയാണുള്ളത്. ഒരു എവിടെയാണെന്നല്ലേ നമ്മൾ പോകുന്നത്. എഡ്ഡിയുടെ ചേട്ടനൊരു സ്കേറ്റിംഗ് കോമ്പറ്റീഷനുണ്ട് ട്രിവാൻഡ്രം സെൻറ്റ് തോമസ് സ്കൂളിൽ വെച്ചാണ്. അപ്പം അതിന് നാളെ രാവിലെ പോകണം. അപ്പോൾ അതിന് തലേന്ന് രാത്രിയിലെ എല്ലാം എടുത്ത് റെഡിയാക്കി വെക്കുവാണ്. അവന് ടാറ്റ പോകണയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു കാര്യം. എവിടെ പോകാനും അവൻ കൂടെ കാണും. ഇപ്പം നമുക്ക് പോകാൻ പറ്റാത്ത സ്ഥലങ്ങളാണെങ്കിൽ ഞങ്ങൾ പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലും ഒരു ടോയ് അവന് കൊണ്ടുവരും. ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ആ ടോയ് കൊണ്ടുവരുമ്പോൾ സന്തോഷമൊന്ന് കാണണം. നമ്മൾ മാക്സിമം എല്ലാ യാത്രയിലും അവനെയും കൂടെ ഉൾപ്പെടുത്തും. പക്ഷേ ചില യാത്രകളിൽ നമുക്ക് അവനെ കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളിടങ്ങളിൽ നമുക്ക് അവനെ കൊണ്ടുപോകാൻ പറ്റുന്നത് ഭയങ്കര വിഷമമാണ്. നമ്മൾ പോകുമ്പം പറഞ്ഞിട്ടാണ് പോകുന്നത്, നാളെ വരുവുള്ളൂ, ചാച്ച ഉറങ്ങണം എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട്. പക്ഷേ എല്ലാ കാര്യങ്ങളും അവന് മനസ്സിലാവും. നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം അവന് നല്ല രീതിയിൽ മനസ്സിലായി. ഇപ്പം തന്നെ ബാഗ് പാക്ക് ചെയ്യുന്ന അവിടെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവനറിയാം നാളെ നമ്മൾ എവിടെയോ യാത്ര പോകുന്നുണ്ടെന്നുള്ളത്. അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക. അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ യാത്ര പോകാനായിട്ട്, ബാഗ് പാക്ക് ചെയ്യുന്നതും യാത്ര പോണതും കാറിൽ കയറി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കണം. ഇതാണ് അവൻ്റെ മെയിൻ ഹോബി. കെട്ടിയില്ലല്ലേ? വിളിച്ചപ്പോൾ വന്നില്ല. അയ്യോ, കൊണ്ടുപോകത്തില്ലേ? അയ്യോ, പറ്റുന്ന കഴിവോടാ ഒന്നും കൊണ്ടുപോകത്തില്ല. മുടി കെട്ടിയിട്ടാണ്. മുടിയുടെ ചീപ്പെടുത്തുണ്ടോ? ഫോട്ടോ വെക്കട്ടെ. നേരത്തെ വിളിച്ചതാ മുടികെട്ടെ, അപ്പം വരത്തില്ല. ശമ്പൂട്ടാ, എൻ്റെ റെഡ് ടവൽ ഒട്ടിക്കുന്നത് ഒരു തുണ്ട് നനച്ചോട്ടിക്ക് വന്നേ. കബോർഡിൽ കണ്ണം തുടയ്ക്കാനായിട്ട് റെഡ് ടവലിങ് എടുത്തോണ്ട് അവരുടെ നനച്ചാ ഒരു സൈഡിൽ നിന്ന് നനയ്ക്കും. കാട്ട് കാട്ട്. വാ, നോക്കട്ടെ. ഇടാ കാട്ട് കണ്ണാട്ട് കണ്ണാട്ട്. ഗുഡ് ബോയ്. പോവാം. എടി പോവാം. പോവാം. എടി എളുപ്പം കയറി, എളുപ്പം കയറി. വാ വാ വാ, ഇങ്ങോട്ട് കയറി കയറി. ദാണ്ട വാ വാ, ഇവിടെ 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 ദാണ്ട ഇവിടെ വന്ന് കയറി കയറി. അങ്ങനെ നമ്മൾ യാത്ര പോവുകയാണ്. കാറിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യങ്ങളും അവന് കാണാം. എല്ലായിടവും ഇങ്ങനെ കറങ്ങി നോക്കാം. അവൻ നോക്കുന്നത് അവൻ്റെ ലോക്കൽ ഫ്രണ്ട്സ് വഴി നിൽപ്പുണ്ടെന്നാണ്. ലോക്കൽ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ സാധാ നമ്മുടെ നാടൻ പട്ടിക്കുട്ടികളാണ്. അവർ ഭയങ്കര ഇഷ്ടമാണ്. അവർ ഈ വഴി നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ ടാറ്റ പോകാൻ വരുന്നത് തന്നെ. അത് വഴിയിലൊക്കെ നിൽപ്പുണ്ടെന്നാണ് നോക്കുന്നത്. വഴി നിൽക്കുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. അവരെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ബഹളമാണ്.
സരമേ സഖിയോ സഹയാത്രികയോ നിഴലോ നിധിയോ കനവിൻ തിരിയോ മനസ്സിൽ മൊഴി പോ ചെറുവാനാട്ടി വരുവാനോ നീ കണ്ണേ നീ ഉയരോ ആരോ ആരോ ചാരേ ആരോ. അങ്ങനെ ഞങ്ങൾ സെൻറ്റ് തോമസ് സ്കൂളിലെത്തി യാത്രയൊക്കെ കഴിഞ്ഞിട്ട്. എവിടെ വന്നു എവിടെ വന്നു? യാത്ര പോകുമ്പം കാറിലിരുന്നങ്ങ് പോയാൽ മതി, അവനങ്ങ് ഇറങ്ങണ്ട. അവിടെ ഇറങ്ങി ഇത്തിരി നേരം എഴുന്നപ്പോഴത്തേക്ക് അവന് ക്ഷീണമായി. പിന്നെ ഞങ്ങളൊരു മരത്തിൻ്റെ ചുവട്ടിലോട്ട് പോയിരുന്ന് അപ്പോഴത്തേക്കും അവിടെയുള്ള പിള്ളേരെ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ക്ഷീണിച്ച് അവിടെ അങ്ങ് കിടന്നാശ. അയ്യോ വയ്യ വയ്യ ക്ഷീണിച്ചു വെള്ളം കുടിക്കാൻ വാ. പോയി വെള്ളം കുടി. ഭയങ്കര ദാഹമായി പോയല്ലേ, ദാഹിച്ചു പോയാ കുഞ്ഞ്. ഇനി വേണോ? മതിയാ? ഞാൻ കാണാം. ഇനി തുടക്കിട്ട് എഡ്ഡി ഇങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് അമ്മയുടെ മടി കിടക്കുമായിരുന്നു കേട്ടോ. ഭയങ്കര ക്ഷീണമായിരുന്നു കുഞ്ഞിന്. വെള്ളമൊക്കെ കുടിച്ച് അവനിങ്ങനെ എങ്ങും പോയി മെനക്കെട്ടിരിക്കുന്നത് ഇഷ്ടമല്ല. യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്, എങ്ങും പോയി ഇങ്ങനെ ഇരിക്കണ്ട. അല്ലെങ്കിൽ അവന് വീട്ടിൽ ചാച്ചിയാൽ മതി. അപ്പോഴത്തേക്ക് സ്കൂളിൽ ഇൻ്റർവെല്ലായി, കൂട്ടുകാരെല്ലാം കാണാൻ വന്നു. എല്ലാവരോട്ടും കൂട്ടായോ? എല്ലാവരോട്ടും കൂട്ടായോ? എല്ലാവരോട്ടും കൂട്ടായോ? ആരും അവിടെ നില്ല, അവിടെ നില്ല. മതി, നമുക്ക് ഫോളോവേഴ്സിനേക്കാം. നമുക്ക് പ്രിൻസിൽ ടീച്ചർ സബ്സ്റ്റിറ്റ്യൂഷൻ അതാരെ അങ്ങനെ കോമ്പറ്റീഷനൊക്കെ കഴിഞ്ഞ് ചേട്ടന് സെലക്ഷൻ കിട്ടി സ്റ്റേറ്റ് ലെവലിലോട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ പോവുകയാണ് വീട്ടിലോട്ട്. പക്ഷേ സ്കൂളിൽ വെച്ച് നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി. കല്യാണി എന്ന് പറയുന്നൊരു കുട്ടി, കല്യാണി ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉള്ള ആളാണ്, ഡാൻസറാണ്. അപ്പം അവരുമായിട്ടൊക്കെ നല്ല കൂട്ടായി. അത് കഴിഞ്ഞ് പോവുക. ഇനിയിപ്പം നല്ല ക്ഷീണമുണ്ട് എഡിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്നുള്ള രീതിയായി. വീട്ടിൽ വന്നതാ കിടക്കുവാണ്. ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു.